ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവത്കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം കഴിഞ്ഞ ദിവസം വായിച്ചത് ശ്രീരാമ അഭിഷേകം ആരംഭം. അതായത് ദശരഥ മഹാരാജാവ് ഇങ്ങനെ ഏകാന്തമായി ഇരുന്ന സമയത്ത് വസിഷ്ഠ മഹാമുനിയുടെ അടുത്ത് പറഞ്ഞു, രാജകുമാരനായ മൂത്ത മകനായ ശ്രീരാമചന്ദ്രനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ പ്രജകൾക്കെല്ലാം അനുരാഗമങ്കലുണ്ട് എന്ന് കണ്ടില്ലയോ, അതുകൊണ്ട് നമുക്ക് രാജാഭിഷേകം ചെയ്യണം എന്ന് വസിഷ്ഠ മഹാമുനിയുടെ അടുത്ത് പറഞ്ഞു. എത്രയും വൈകാതെ ചെയ്യണം, ഞാൻ വയസ്സായി വൃദ്ധനായി വന്നിതു. ഓരോരോ ഗുണഗണം കണ്ടപ്പോൾ, ശ്രീരാമചന്ദ്രൻ്റെ ഗുണഗണങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾക്കെല്ലാം, പൗരന്മാർക്കെല്ലാം പ്രത്യേക വാത്സല്യം, അനുരാഗം. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയ ആളാണ് ശ്രീരാമചന്ദ്രൻ എന്ന് മനസ്സിലായി. എന്തിനാ രാജാവാക്കാൻ, പൃഥ്വി പാലിക്കാൻ, പ്രജകളെ പാലിക്കാൻ അത്രമാത്രം ഗുണഗണങ്ങളുള്ളൊരു പുരുഷനായി ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കൽപ്പിച്ചത് അപ്പോൾ തന്നെ എങ്ങനെയെങ്കിൽ, അങ്ങനെയാണ് കൽപ്പിതമെങ്കിൽ ഉൾപ്പൂവിൽ ഓർത്ത് നിയോഗിക്കുകയും വേണം. നമുക്കങ്ങനെ തന്നെ സാധിക്കണം. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ട് എപ്പോഴും ഏറ്റവും, അത് ഓർത്ത് കണ്ടില്ലയോ. ഈ പ്രജകൾക്കെല്ലാം എത്രമാത്രം സന്തോഷമാണ് രാജകുമാരനായ ഈ ശ്രീരാമചന്ദ്രനോട്. വന്നീല മാതുലനെ കാണുന്നതിന് ഏറെ പുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ, അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുഘ്നൻ ഇതുവരെയും വന്നില്ലല്ലോ. ഭരതനും ശത്രുഘ്നനും വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യം, അതീവ പുഷ്യം, നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്ക ഇല്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. അവര് ഇതുവരെയും വന്നില്ല, സഹോദരങ്ങളല്ലേ, അവരുടെ വരണ്ടേ, അതുകൊണ്ട് അവരിതുവരെയും വന്നില്ല, പാർക്ക ഇല്ല. അവരെ നോക്കിയിരിക്കാൻ ഇനി പറ്റുമോ? നാളെ തന്നെയാണ് ഇതിൻ്റെ നല്ല സമയം, പൂയൻ നക്ഷത്രം, പുണ്യ സമയം. പുണ്യം അതീവ പുഷ്യം, നല്ല നക്ഷത്രമാണ്. അതുകൊണ്ട് നാളെ തന്നെ ഇത് നടത്തണം അഭിഷേകം. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. വസിഷ്ഠ മഹാമുനിയുടെ പറഞ്ഞു, ശ്രീരാമചന്ദ്രനെ പോയി ഇനി പെട്ടെന്ന് തന്നെ അറിയിക്കണം, ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയിക്കണം. പിന്നെ ഇതിന് വേണ്ടുന്ന സംഭാരങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ അതെല്ലാം പെട്ടെന്ന് തന്നെ സംഭരിക്കുകയും വേണം. തോരണ പങ്കുതികളെല്ലാം ഉയർത്തുക. ആഘോഷമല്ലേ, വിധാനിക്കണ്ടേ, അതുകൊണ്ട് തോരണങ്ങളൊക്കെ ഉണ്ടാക്കണം. തോരണ പങ്കുതികളെല്ലാം ഉയർത്തുക. ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. പെരുമ്പറനാദവും കൊട്ടി ദിക്കുകളൊക്കെ മുഴങ്ങണം. മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. സുമന്ത്രനെ മന്ത്രിയെ നോക്കി പറഞ്ഞു. പിന്നെ ഇതത്രയും വസിഷ്ഠ മഹാനത്ത് പറഞ്ഞിട്ട് മന്ത്രിയോട് പറയുന്നു, എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്ക നീ. മന്ത്രിയടുത്ത് പറഞ്ഞ് സന്തോഷത്തോടെ മംഗളകരമായ കാര്യങ്ങളായിട്ടെല്ലാം വസിഷ്ഠ മഹാമുനി പറയുന്നത് പോലെ അനുഷ്ഠിച്ചു കൊടുക്കൂ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളിക നേത്രനാം രാമനു നിർണയം. നാളെ തന്നെ വേണം ഇളമയായി യുവരാജാവായി അഭിഷേകം ചെയ്യണം. നാളെ തന്നെ വേണം. നാളിക നേത്രനാം താമരക്കണ്ണനായിരിക്കുന്ന ശ്രീരാമന് നാളെ തന്നെ വേണം അഭിഷേകം ഇളമയായിട്ട്. നന്ദിതനായ സുമന്ത്രനും അന്നേരം നന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോട് ആദരാൽ. നന്ദിച്ച് നന്നായിട്ട് സന്തോഷത്തോടെ വസിഷ്ഠനോട് പറഞ്ഞു, എന്തൊന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ. എന്താ ഇവിടെ വേണ്ടത്, അതെല്ലാം ഞാൻ സംഭരിക്കാം, അത് പറഞ്ഞാൽ മതി എന്ന് മന്ത്രി വസിഷ്ഠരാജനോട് ചോദിച്ചു. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. അങ്ങനെ ചിത്തെ നിരൂപിച്ചിട്ട്, മനസ്സിൽ നിരൂപിച്ചിട്ട് മന്ത്രിയോട് പറഞ്ഞു, കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. നാളെ തന്നെ
ഇത് രാവിലെ കേൾക്കാം. നാളെ പുലർകാലെ 16 കന്യകമാരെ, ചേൽക്കണ്ണിമാരായ സുന്ദരിമാരായ 16 കന്യകമാരെ ചമയിച്ചൊരുക്കി മധ്യകക്ഷിയെ നടുമുറ്റത്ത് നിർത്തണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം, ആനകളെയൊക്കെ പൊന്നണിച്ച് നിർത്തണം. ഐരാവതകുല ജാതന 4 കൊമ്പനാരാൽ വരേണ അലങ്കരിച്ച് അങ്കണി. അങ്ങനെ ഐരാവതകുലജാതനായിരിക്കും 4 കൊമ്പനാൽ അവരെയാണ് അലങ്കരിച്ച് അങ്ങനെ നിർത്തണം. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലേജ പർണങ്ങൾ കൊണ്ട് വായ് കെട്ടി വച്ചിടണം. ദിവ്യ നാനാ തീർത്ഥം, നാനച്ച 4 സമുദ്ര തീർത്ഥമായിരിക്കുന്ന ഗംഗാജലം പോലെ പുണ്യനദികളിൽ പോയി, ദിവ്യനദികളിൽ പോയി വാരി വെള്ളം ശേഖരിച്ച് ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം. സ്വർണ്ണ കലശത്തിൽ എന്താ മലയജ, അതായത് ചന്ദന മരത്തിൻ്റെ ഇലകൾ കൊണ്ട് വാ മൂടിക്കെട്ടണം. വെള്ളം ഈ ജലം എടുത്തിട്ട് മലയജ പർണങ്ങൾ കൊണ്ട് വായ് കെട്ടി വച്ചിടണം. അതും കൊണ്ടുവന്ന് വെക്കണം. പുത്തൻ പുലിത്തോൽ വരുത്തുക 3 ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. പുത്തൻ പുലിത്തോൽ വേണം. പിന്നെ ഛത്രം സുവർണദണ്ഡം, എന്തോ മുത്തുക്കുട അങ്ങനെയൊക്കെയുള്ള സുവർണദണ്ഡം മണിശോഭിതം. മുത്തുക്കുട ഈ സ്വർണം പോലൊക്കെ മണിയൊക്കെ കെട്ടിയ നല്ല ശോഭിക്കുന്ന, എന്താ നമുക്കറിയാമല്ലോ ഈ ആഘോഷത്തിന് എന്തൊക്കെയാ, അതുപോലൊക്കെ തന്നെ ചിന്തിച്ചാൽ മതി. മുക്താമണി മാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽക്കൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായ സഭാന്തികെ. ഈ സഭാന്തികത്തിൽ കുശപാണി, അതായത് കയ്യിൽ ദർഭ പിടിച്ച സൽക്കൃതന്മാരായ മുനിജനങ്ങൾ വേണം. പിന്നെ മുക്താമണി മാല്യരാജ നിർമ്മല വസ്ത്രങ്ങൾ, മാല്യങ്ങൾ ആഭരണങ്ങളും സൽക്കൃതന്മാരാ മുനിജനം വന്നിക, എല്ലാ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങളൊക്കെ ധരിച്ചവർ, മാല്യങ്ങളും ആഭരണങ്ങൾ അണിഞ്ഞവർ. പിന്നെ സൽക്കൃതന്മാരായ മുനിജനങ്ങൾ നിൽക്കുക കുശപാണികളായി, അതായത് കൈകളിൽ ദർഭ പിടിച്ചവരായിരിക്കണം മുനിജനങ്ങൾ. അങ്ങനെ സഭാന്തികെ ഈ നടുമുറ്റത്ത് എല്ലാവരുടെയും അടുക്ക വന്ന് അങ്ങനെ എല്ലാവരും നിൽക്കണം. നർത്തകിമാരോട് വാരവധൂജനം, നർത്തകിമാരും അവരുടെ ദാസികളും നർത്തക ഗായക വൈണിക വർഗവും, വീണ വായിക്കുന്നവരും വൈണികന്മാർ, നർത്തക ഗായകർ നൃത്തം ചെയ്യുമ്പോഴാണ് ഗീതം ചെല്ലണ്ടേ, അതിന് പാട്ട് പാടുന്നവർ. ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വര അങ്കണേ നിന്ന് മനോഹരം. ദിവ്യമായിരിക്കുന്ന വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വര അങ്കണേ, അതായത് രാജാവിൻ്റെ അങ്കണം. ഉർവീശ്വരം വെച്ചാൽ ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ അങ്കണത്തിൽ ഇങ്ങനെ മനോഹരമായി എല്ലാം വേണം നടുമുറ്റത്ത്. ഹസ്ത്യ അശ്വപത്തി രഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടണം, അതായത് ചതുരംഗപ്പട അതൊക്കെ അലങ്കാരത്തോടുകൂടി വരണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും, എവിടെയൊക്കെ അടുത്തുള്ള ദേവാലയങ്ങളെല്ലാം ബലിപൂജ നടത്തണം. ദീപാവലികളും വേണം മഹോത്സവം, അത്രമാത്രം ദീപങ്ങൾ എല്ലായിടും കത്തിച്ച് ശോഭയേറി വയ്ക്കണം. മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. ഭഗവാന്റെ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകാർത്ഥമായി ഇവിടെ ഭൂപാലരെ ക്ഷണിക്കണം. ശോഭയോടെ വേണം എല്ലാം. ഭൂപാലൻ വെച്ചാൽ രാജാക്കന്മാർ. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ച് അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ഇത്രയെല്ലാം കാര്യങ്ങൾ വസിഷ്ഠ മഹാമുനി സുമന്ത്രരോട് മന്ത്രിയോട് ഇതൊക്കെ വരുത്തണമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം തേരിൽ കയറി എവിടേക്ക് പോകുന്നു? ശ്രീരാമചന്ദ്രനെ വിവരം അറിയിക്കണ്ടേ? നാളെ പെട്ടെന്ന് നല്ല സമയം അടുത്തു. പിതാവ് പറഞ്ഞേക്കുന്നത് എന്താ? രാജാവ് പെട്ടെന്ന് തന്നെ ശ്രീരാമചന്ദ്രനെ അറിയിക്കണം. വസിഷ്ഠ മഹാമുനിത്താ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തേരിൽ കയറി ദാശരഥി ഗൃഹ, എത്രയും ദാശരഥി വെച്ചാൽ ശ്രീരാമൻ, ദാശരഥി ഗൃഹം, ശ്രീരാമചന്ദ്രൻ വസിക്കുന്ന ഗൃഹത്തിലേക്ക് എത്രയും ഭാസുരം ആശു സന്തോഷണ സംപ്രാപ്യ സാദരം നിന്ന് അത് നേരം. അങ്ങനെ അവിടെ ചെന്നു, ശ്രീരാമഭഗവാന്റെ അടുക്ക ചെന്നത് അറിഞ്ഞുകൊണ്ട് നിന്നതു നേരം അറിഞ്ഞു രാഘവൻ. തേൽ ചെന്നിറങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അറിഞ്ഞു. എന്നിട്ട് ഇത് ചെന്ന് ഉടൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൻ, രത്നാസനവും കൊടുത്തിരുത്തി തഥാ. അങ്ങനെ രത്നസിംഹാസനത്തിലൊക്കെ പിടിച്ചിരുത്തി. ഗുരുവല്ലേ, രാജഗുരുവല്ലേ. അവിടെ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്. എന്നാൽ അവിടെ രാജഗുരു വസിഷ്ഠ മഹാമുനിയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മമൂർത്തി. അപ്പോൾ ഇത് ഈശ്വരനെ വഴി കാണിക്കുന്ന ഒരു യഥാർത്ഥ ഗുരു
എല്ലാത്തിലും വലുത് തന്നെയാണ്. ശ്രീരാമചന്ദ്രൻ അവിടെ അവതരിച്ചു. അത് ഈ ഗുരുവിന് അറിയുകയും ചെയ്യാം, സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ആണെന്നറിയാം. പക്ഷെ ഇവിടെ എല്ലാവരിലും എളിമ എല്ലാവരും ഇവിടെ കാണിക്കുന്നത്. ഗുരുവും എളിമ കാണിക്കുന്നു, ഭഗവാനും എളിമ കാണിക്കുന്നു. അത് ലോകത്ത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പറയാം, രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയാ രഘുത്തമൻ എന്താ ചെയ്തേ? പത്നിയോടും കൂടി സീതാദേവി ആരാ? ശ്രീ മഹാലക്ഷ്മിയല്ലേ, ഭഗവതിയല്ലേ? പത്നിയോടും അതിഭക്തിയാ രഘുത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ, നല്ല സുന്ദരമായ പൊൽക്കലശത്തിൽ നിർമ്മലമായിരിക്കുന്ന വാരി വെള്ളമെടുത്ത് തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി. ഒരു ഗുരുവിൻ്റെ പാദം കഴുകി വിശുദ്ധനായി. ആരാ? ശ്രീരാമ ഭഗവാൻ. നമ്മൾ ചിന്തിക്കും ഭഗവാൻ നാരായണനല്ലേ, പരമാത്മാവല്ലേ? പക്ഷേ ഒരു ഗുരു, എല്ലാ കുട്ടികൾക്കും ഗുരു തന്നെയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവിടെ അവതരിച്ചു. ഇപ്പോൾ അത് അവിടെ എളിമ വേണം. അവിടെ കുട്ടിയാണ്. ഗുരുവിൽ നിന്നാണ് എല്ലാം പഠിക്കേണ്ടത്. എല്ലാവരും ലോകത്ത് ഗുരുവാണ് എല്ലാവർക്കും എല്ലാ നന്മയും പറഞ്ഞു കൊടുക്കുകയും ഈശ്വരൻ്റെ വഴികാട്ടിയും. അവിടെ അവതരിക്കുമ്പം ഭഗവാൻ യഥാർത്ഥത്തിൽ ശ്രീ നാരായണൻ തന്നെയാണ്. പക്ഷെ അവിടെ ഗുരു വേണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പൊൽക്കലശസ്ഥിത നിർമ്മല വാരണ, തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥം, ഗുരുവിൻ്റെ അഷ്ടമഹാമരുടെ പാദം കഴുകിയ തീർത്ഥം ഉത്തമാംഗേന ഭഗവാൻ ശ്രീരാമൻ്റെ തലയിൽ ധരിച്ചു. എന്നിട്ട് വിശുദ്ധനായി, അങ്ങനെ ശ്രീരാമചന്ദ്രൻ വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. സന്തോഷത്തോടെ ചിരിച്ച് പറയുന്നു ശ്രീരാമ ഭഗവാൻ പറയുന്നു, പുണ്യവാനായേൻ അടിയൻ അതീവ കേളിന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ. ഈ ഗുരുവിൻ്റെ പാദതീർത്ഥം കഴുകിയ വെള്ളം ധരിച്ചതുകൊണ്ട് ഞാൻ അതീവ പുണ്യവാനായി. ഇന്ന് എത്രമാത്രം ആനന്ദത്തോടെ ചിരിച്ച് സന്തോഷത്തോടെ പറയുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ആനന്ദമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ കൃഷ്ണനായാലും എല്ലാം അങ്ങനെയാണ്. അതാ ഈശ്വരന്മാരായാലും അവതാര പുരുഷന്മാർ അവിടെ എത്രമാത്രം ഗുരുവിനോടുള്ള സ്നേഹവും അവരാരാണെന്ന് അവരുടെ അകമേ അറിയാം. പക്ഷെ അവരവിടെ പുറമേ കാണിക്കുന്നു എന്നുള്ള മനുഷ്യരാണെങ്കിലോ അല്പവിദ്യയോ എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാവരിലും വലിയവനാണ്, ഞാനല്ല മറ്റാരും അല്ല, ഞാനാണ് ഇവിടുത്തെ നാഥൻ, ഇവിടുത്തെ ലോകനാഥൻ, ഇവിടുത്തെ രാജാവ്, ഇവിടെ എല്ലാവരും ഭരിക്കുന്നു എന്നുള്ള ചിന്തയാണെന്ന് ലോകത്ത് മനുഷ്യർക്കെല്ലാം അഹം എന്നുള്ള അഹങ്കാരം. എന്നാൽ ഇവിടെ നോക്കണം, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതൊക്കെ പഠിക്കണം. നമ്മൾ ചിന്തിക്കണം, ഗുരുവിനെ എത്രത്തോളം പാദം കഴിയ വെള്ളം ഭഗവാന്റെ ശിരസിൽ, അത് യഥാർത്ഥത്തിൽ പരമാത്മാവല്ലേ, സാക്ഷാൽ പരബ്രഹ്മമല്ലേ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ഭഗവാൻ പറയുന്നു, ചിത്തമോദന ചിരിച്ചരുളി ചെയ്തു, പുണ്യവാനായേൻ അടിയൻ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. അങ്ങനെ നന്നായി ഗുരുവും ചിരിച്ചിട്ട് പറയുന്നു, വൈഷ്ണവമഹാമുനിക്ക് അറിയാം, പിന്നെ നാരദ മഹാമുനി പറഞ്ഞിട്ടുണ്ട്, ഇത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്, സാക്ഷാൽ വൈകുണ്ഠവാസി നാരായണനാണ് അവതരിച്ചേക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഭഗവാനോട് പറയുന്നു, നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നത് ഇപ്പോൾ നൃപാത്മജ. അത് ദശരഥ മഹാരാജാവിൻ്റെ മകനെ, നൃപനാര രാജാവ്, രാജകുമാര, രാജപുത്ര, അത് ശ്രീരാമചന്ദ്ര എന്നാണ് നൃപാത്മജ. ആത്മജൻ മകൻ, നൃപൻ രാജാവ്, രാജാവിൻ്റെ മകൻ, അതാണ് നൃപാത്മജ. ഒന്നുണ്ട് ഞാൻ പറയുന്നു, അത് കേൾക്കൂ. ഇത്രയും എത്രയും നിങ്ങളുടെ വാക്കുകൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വസിഷ്ഠമഹാമുനിക്ക് അത്രമാത്രം ആനന്ദം ഉണ്ടാകും. കാരണം വസിഷ്ഠമഹാമുനിക്ക് അറിയാം ആള് പരമാത്മാവാണ് ആ നിന്ന് ഈ പറയുന്നതെന്ന്. അതുകൊണ്ട് സന്തോഷിച്ചിരിച്ചിട്ട് പറയുന്നു, എത്രയും നിങ്ങളുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നത് ഇപ്പോൾ നിർവാത്മജ. തൊൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. അതായത് എൻ്റെ പിതാവായ വിരിഞ്ചൻ ബ്രഹ്മാവ് പോലും തൊൽപാദ തീർത്ഥം കൊണ്ട് വിശുദ്ധനായി. എങ്ങനെയാ? നാരായണ ഭഗവാനല്ലേ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ആ ഭഗവാന്റെ പാലാഴിയിലെ ശ്രീനാരായണ ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം മകനാണല്ലോ ബ്രഹ്മാവ് വിശുദ്ധനായത്. അപ്പം എല്ലാവരും ഭഗവാന്റെ പാദം കഴുകിയ വെള്ളമാണ് ഈ മറ്റുള്ള എല്ലാവരും തലയിൽ ശിരസിൽ പരമശിവനും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതയെ തിരിച്ചങ്ങോട്ടും പറഞ്ഞു. അപ്പം മനസ്സിലായെന്ന് വസിഷ്ഠമഹാമുനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ആരാണ്? നാരായണനല്ലേ, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയല്ലേ. അതുകൊണ്ട് ആ പാദം കഴുകിയ വെള്ളം മൽപിതാവായ വിരിഞ്ചനും
വിശുദ്ധനായി ഭൂപതേ, അതായത് ഭൂമിയുടെ പുത്ര, ഭൂമിയുടെ ഭർത്താവേ. ആരാ? നാരായണൻ, ശ്രീരാമൻ ഭൂമിയുടെ പുത്രനാ, ഭൂമിയുടെ ഭർത്താവാ, ഭൂമിപതേ, ഭൂമിയുടെ ഭർത്താവേ, പതേ. ണ്ട് മൽപിതാവായ വിരിഞ്ചനും ഈ ശ്രീരാമചന്ദ്രൻ്റെ പാദം കഴിയ വെള്ളം കൊണ്ട് വിശുദ്ധനാകുന്നു. പിന്നെ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടോ. അത് ഇപ്പോൾ ഇവിടെ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതും നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. ഞാൻ നിന്നെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു, നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ. അത് ശ്രീരാമചന്ദ്രനെ ഞാൻ നേരത്തെ തന്നെ നന്നായി അറിഞ്ഞിരിക്കുന്നു ആരാണെന്ന്. ഇവിടെ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജൻ്റെ മകനെന്ന് വെച്ചാൽ ജന്മം കൊടുത്തെങ്കിലും ഇവിടെ ആള് പരമാത്മാവല്ലേ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു നിന്നെ, ഞാൻ ഇന്നവനാകുന്നു. അത് ആരാണെന്ന്, ഇന്നവൻ വെച്ചാൽ ആരാണ് എന്നതും ഇന്നടോ ഞാനത് നേരത്തെ അറിഞ്ഞിരിക്കുന്നുണ്ട്. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണയിൽ ഇക്കാലം അത്ര ജനിച്ചതോ നിശ്ചയം. അങ്ങനെ വസ്ത്രമഹാമനി പറഞ്ഞു കൊടുക്കുന്നു. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവാണ്, മോക്ഷതനാണ്, നാനാജഗന്മയനീശ്വരനാണ്, എല്ലാത്തിൻ്റെയും ജന്മൻ്റെ ഈശ്വരനാണ്, നാനാ വസ്തുക്കളുടെയും ലക്ഷ്മി ഭഗവതി. അതായത് ഈ ഭഗവതിയായിരിക്കുന്ന മഹാദേവിയാണ് ഈ സീത. ഇവർ രണ്ടുപേരും കൂടെ ധരണിയിൽ, ഭൂമിയിൽ ഇക്കാലം ഈ സമയത്ത് ഇവിടെ ജനിച്ചതു നിശ്ചയം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്ന് താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടുന്ന ശ്രീപതി. അപ്പോൾ ദേവകാര്യാർത്ഥം ദേവന്മാരുടെ അപേക്ഷപ്രകാരം, ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം, ഭക്ത മഹർഷിമാരുടെ എല്ലാം അപേക്ഷയും പ്രാർത്ഥനയും നിലവിളിയുടെയും ഭാഗമായിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചതെന്ന്. അതാണ് ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം. അങ്ങനെയാണ് ഇവിടെ കരുണയ. അത് പരമാത്മാവിൻ്റെ കരുണയാൽ ശ്രീ നാരായണ സ്വാമിയുടെ പാലാഴിവാസനായിരുന്ന നാരായണൻ്റെ കരുണ കൊണ്ട് രാവണനെ കൊല്ലാൻ, താപം കെടുപ്പാൻ, കൊന്ന് നമ്മളെയൊക്കെ രക്ഷിക്കാൻ, ചൂടകറ്റാൻ. എന്ത് ചൂടാ? ദുരിതാബ്ധി. എത്രമാത്രം ലോകത്ത് നശിപ്പും കൊന്നു തീറ്റി എന്തൊക്കെയാ ദുരിതങ്ങളും ദുഷ്ടതകളും നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം, ഒരു ലോകം ഈ രാവണനെ കൊണ്ട്. അതുകൊണ്ട് ആ താപം കടുപ്പാൻ, ഈ ദുഃഖം അകറ്റാൻ, ജനങ്ങളുടെ ദുഃഖം, ഭക്തന്മാരുടെ ദുഃഖം, മഹർഷിമാരുടെ, ദേവന്മാരുടെ എല്ലാവരുടെയും ദുഃഖം അകറ്റാൻ, ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിരുന്ന ശ്രീപദേ, മഹാലക്ഷ്മിയുടെ ഭർത്താവേ അങ്ങനെ വിളിക്കുന്നു. ആരാണ് വിളിക്കുന്നത്? ഗുരു വസിഷ്ഠമഹാമുനി. ആരെയാ? ശ്രീരാമചന്ദ്രനെ. അതുകൊണ്ടിവിടെ ധരണിയിൽ ശ്രീരാമഭഗവാൻ, നാരായണ ഭഗവാൻ ഇവിടെ ശ്രീരാമൻ്റെ പേരോടുകൂടി ഭഗവതി ദേവി സീതയായിട്ട് ഇവിടെ അവതരിച്ചെന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രീപദേ ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞത് ഞാനിതം. അതായത് ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യമാണിത്. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനത് രഹസ്യമാണല്ലോ. ഇത് സമയ സന്ദർഭം അനുസരിച്ച് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാനേ പറ്റൂ. അല്ലാതെ നേരത്തെ കൂട്ടി ഇങ്ങനെയൊക്കെ വന്ന് ദശരഥ മഹാരാജൻ്റെ മകനായിട്ട് വന്നെല്ലാം നാരായണനാണെന്നും നേരത്തെ ചെണ്ട കൊട്ടി മുഴക്കി അറിയിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനിവിടെ ഇത് വെളിച്ചത്തിട്ടില്ല. ദേവകാര്യാർത്ഥങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കണം. അതുകൊണ്ടാണ് വെളിച്ചത്തിടാഞ്ഞത്. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം, ഗുഹ്യ രഹസ്യം. പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിവിടെ അതുകൊണ്ടത് വെളിച്ചത്തിട്ടില്ല. നേരത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു പരമാത്മാവാണ് ഇവിടെ അവതരിക്കുന്നതെന്ന്. ദേവി ഭാര്യയായി വരുന്നത് ശ്രീ ഭഗവതിയാണ്. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു മായാ മനുഷ്യനായ ശ്രീനിധേ. ഭഗവാനെ, പരമാത്മാവേ, ശ്രീനിധേ, ശ്രീപദേ, ശ്രീരാമചന്ദ്ര, നിർവാത്മജ, അങ്ങ് ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് മായാ മനുഷ്യനായി ഭഗവാൻ തൻ്റെ മായയാൽ അവതരിച്ച മനുഷ്യനായി വന്ന ഭഗവാനെ ശ്രീരാമചന്ദ്ര. ഇങ്ങനെ വസിഷ്ഠമഹാമുനി നന്നായി ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥനയോട് തന്നെ പറയുന്നു. ഒരു രാജഗുരുവാണ് അവിടെ, ശ്രീരാമചന്ദ്രൻ്റെയും ഗുരുവാണ്. കാരണം ഒരു ഗുരു എല്ലാവർക്കും ഗുരുവല്ലേ. ഇവിടെ ഇന്നായിരുന്നുണ്ടോ? ആർക്കും ഗുരുവാണ്. അതുകൊണ്ട് ആ ഗുരു തന്നെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രനെയും പ്രാർത്ഥിച്ചിട്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ പാദം കഴുകിയ തീർത്ഥം എൻ്റെ പിതാവായ വിരിഞ്ചനും ദർഭവൈരിയും ഒക്കെ വിശുദ്ധനാകുന്നു എന്ന് തിരിച്ചിങ്ങോട്ടും പറഞ്ഞില്ലേ. അപ്പോൾ അതറിഞ്ഞിട്ടല്ലേ
ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ. എന്നാലത് ഭഗവാൻ പരമാത്മാവായ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ചരാചര ആചാര്യനാണ്. ചരങ്ങൾക്കും അചരങ്ങൾക്കും ചരാചരാചാര്യനാം, ചരങ്ങൾക്കും ചരിക്കാത്തതിനും എല്ലാം ആചാര്യനാണ് സാക്ഷാൽ പരമാത്മാവായ ഈ ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ. പിതൃണാം പിതാമഹനും ഭവാൻ, പിതാവിൻ്റെയും അതായത് ബ്രഹ്മാവാണ്. ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഓരോരോ പിതാക്കന്മാരുണ്ട്. പോകെ ഇങ്ങനെ തലമുറയായി ഇവിടുന്ന് വന്നു, ബ്രഹ്മാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു, ഈശ്വരൻ്റെ അടുക്കൽ നിന്ന് വന്നു. പക്ഷേ നമ്മൾ ഇവിടം വരെ എത്തി. നമുക്ക് ഇതിനകമത്ത് എത്ര പിതാക്കന്മാർ വന്നു? എല്ലാ പുഴുക്കൾ വെച്ച് സർവ്വ ജീവജാലങ്ങളുടെയും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള പിതാക്കന്മാർക്കും പിതാവാണ് ഇവിടെ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെയും പിതാവാണ് പിന്നെ പരമാത്മാവ് നാരായണൻ. അപ്പോൾ മനസ്സിലാക്കണം, പിതാവിനും പിതാമഹൻ. അപ്പം അത് മനസ്സിലാക്കണം. നമുക്കെല്ലാവരുടെയും എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അവരുടെ എല്ലാം പിതാവിനും പിതാമഹനാണ്. അപ്പം നമുക്കെല്ലാവരുടെയും പിതാവ് ബ്രഹ്മാവാണല്ലോ ഇവിടെ സൃഷ്ടിച്ചു വെച്ച്. അപ്പോൾ ആ പിതാവിനും പിതാമഹൻ നാരായണൻ. അതിനപ്പുറത്തിന് ആ പിതാവുണ്ടോ? ഇല്ല. അതാണ് പിതാവിനും പിതൃണാം പിതാമഹനും ഭവാൻ. അപ്പോൾ പിതാക്കൾക്കും പിതാവാണ് ഈ ശ്രീരാമചന്ദ്രൻ, സാക്ഷാൽ നാരായണൻ. സർവേഷ അഗോചരനായ അന്തര്യാമിയായ സർവജഗദ്യന്ത്രവാഹകനായ നീ, അതായത് ഒരുത്തരുടെയും കണ്ണിൽപ്പെടാതെ അകമേ സഞ്ചരിക്കുന്നവൻ. ആർക്കും ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. എന്താ? അകമേ ഒരാളുടെയും കണ്ണിൽപ്പെടാതെ മൂടി വയ്ക്കുക. എന്തുകൊണ്ട് മൂടി? മായ കൊണ്ട്, ശരീരം കൊണ്ട്. ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളായ പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശമായിരിക്കുന്ന പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ച ഒരു മൺകൂടാരത്തിനകത്ത് ഈ മായ കൊണ്ട് മൂടി. അത് പഞ്ചഭൂതമല്ല, മായയാണല്ലോ. അതുകൊണ്ട് ആ മായാമയം എന്ന് പറയുന്നത് എന്താ? ഭഗവാന്റെ മായയാൽ അവതാരമെടുത്തു. എന്താ? ദേഹമെടുത്തു. ആ ദേഹത്തിനകത്ത് ആരും കാണാതെ, ആരുടെയും കണ്ണിൽ പെടാതെ അതിനകത്തുണ്ട് പരമാത്മാവ്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തി. ആരുടെയും കണ്ണിൽ പെടാതെ അകമേ സഞ്ചരിക്കുന്നു. പുറമേ എന്താ കാണുന്നത്? ശ്രീരാമചന്ദ്രൻ്റെ ദേഹം. അതെവിടുന്ന് കിട്ടി? മായ, ഭഗവാന്റെ തന്നെ വിഷ്ണുമായ. ആ മായയിൽ നിന്നാണ് ഇത് നമ്മളെല്ലാവർക്കും ദേഹം എടുക്കുന്നത്. നമുക്കെല്ലാം ദേഹം അങ്ങനെയാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ മൺകൂടാരം എന്ന് നമ്മൾ പറയുന്നത്. ആ മൺകൂടാരം നമ്മുടെ ഉള്ളിലെ ജീവൻ മാറുമ്പോൾ കൂടാരം നശിച്ച് വെണ്ണീറായോ അഴുവിയോ ഭൂമിയിൽ തന്നെ ചേരുന്നു. ഭൂമിയിൽ നിന്നുണ്ടായി ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടായി പ്രപഞ്ചത്തിൽ നിന്ന് ചേരുന്നു. അതാണ് ഭഗവാനിവിടെ ആരുടെയും കണ്ണിൽപ്പെടാതെ അകമേ സഞ്ചരിക്കുന്നവൻ പരബ്രഹ്മമൂർത്തി ശ്രീരാമചന്ദ്രനിൽ കൂടെ അകമേ സഞ്ചരിക്കുന്നു. അത് വൈഷ്ണവ മഹാമുനിക്ക് അറിയാം, മറ്റാർക്കും അറിഞ്ഞുകൂടാ. കാരണം എന്താ? നമുക്കത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ജ്ഞാനി തന്നെ ഇപ്പം എത്രയോ ദൈവമക്കൾ ഭഗവാന്റെ പുത്രന്മാരായി ഇവിടെ ഈ ലോകത്ത് കാണും. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? യഥാർത്ഥ ജ്ഞാനികൾ തിരിച്ചറിയും. യഥാർത്ഥ ജ്ഞാനിയെ തിരിച്ചറിയും. അപ്പോൾ മനസ്സിലാക്കാൻ അതൊരു ഈശ്വര പൈതലാ. കാരണം അവരുടെ ഗുണഗണങ്ങളെല്ലാം നോക്കുമ്പോൾ അത് ഈശ്വരന് ചേരുന്നൊരു കുട്ടിയാണ്. അത് പൈതൽ ഭഗവാന്റെ പൈതൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഗുണഗണങ്ങൾ കാണത്തില്ല. ഈ ഗുണഗണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം അത് ദൈവപുത്രനോ ദൈവപുത്രിയോ ആണെന്ന്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നുകൊണ്ടും ശരീരം എല്ലാവർക്കും തുല്യമായിട്ടല്ലേ ഇരിക്കുന്നത്? അതോ പൊന്നോ പിച്ചളയോ കൊണ്ടെങ്ങാണ് നമ്മുടെ ദേഹത്ത് വല്ല അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു മഹാത്മാക്കളുടെയും ദേഹത്തില്ലല്ലോ. അപ്പോൾ സാധാരണ ശരീരം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്നുകൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ ആ വ്യക്തി എങ്ങനെയാണ് കഴിയുന്നത്, ഏത് രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്, എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണോ, അദ്ദേഹത്തിനെ ചിന്തിച്ചോണം അത് നല്ലൊരു ദൈവപുത്രനാണെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കണം, അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ ശ്രീരാമചന്ദ്രനെ പോലും സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ആയിട്ട് പോലും ആർക്കും മനസ്സിലാവത്തില്ല അത് സാക്ഷാൽ ഭഗവാനാണെന്ന്. അകമേ നടക്കുവാണ്, ഒരുത്തരുടെയും കണ്ണിൽപ്പെടാതെ അകമേ സഞ്ചരിക്കുന്നവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. സർവേഷു അഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം. ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹമാണ്. അത്രമാത്രം ശുദ്ധവും സത്വവുമായ സാത്വികം
അത്രമാത്രം എന്താ പറയുക പരിശുദ്ധമായ ആ ഒരു അതല്ലേ എല്ലാവർക്കും പൗരന്മാർക്കെല്ലാം താല്പര്യം, അത്രമാത്രം ആനന്ദകരം, ഉള്ളിൽ അത്രമാത്രം അനുരാഗം. എന്താ ശ്രീരാമചന്ദ്രനോട് അത്ര അനുരാഗം വരാൻ കാരണം? ആ ശ്രീരാമചന്ദ്രൻ്റെ ഗുണഗണങ്ങൾ കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടൂ? എന്താ 4 മക്കളിൽ ഈ മൂത്ത മോന് മാത്രം അത്ര അനുരാഗം വന്ന കാരണം എന്താ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഗുണഗണങ്ങൾ കൊണ്ടേ നമുക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിനും ഗുണഗണങ്ങൾ കണ്ട് എല്ലാവർക്കും പൗരന്മാർക്കെല്ലാം ഇഷ്ടമായതുകൊണ്ട് രാജ്യാഭിഷേകം യുവരാജാവാക്കാം എന്ന് പിതാവും കൽപ്പിച്ചത്. ശുദ്ധ സത്വാത്മക ആയൊരു വിഗ്രഹമാണ് ആ ശരീരം. അത്രമാത്രം ശുദ്ധതയേറിയാണ് ആ വിഗ്രഹം. ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷണ ദശരഥപുത്രനായി പൃഥ്വിതലെ യോഗമായ ജാതന. അങ്ങനെ ഭൂമിയിൽ മർത്യവേഷം മനുഷ്യവേഷം എടുത്ത് ദശരഥ മഹാരാജൻ്റെ പുത്രനായിട്ട് പൃഥ്വിതലെ ഭൂമിയിൽ യോഗമായ ഭഗവതി യോഗമായിരിക്കുന്ന ഭഗവതിയുടെ പുത്രനായി ജാതനായി. അതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന് നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം, എപ്പോഴും ഭഗവാനെ ഓർത്ത് സ്തുതിക്കാം. നമുക്ക് വേണ്ടി ഭഗവാൻ അവതരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് അന്ന് നമ്മൾ ഉണ്ട് പോലും ഇല്ല പോലും നമുക്കത് അറിയാമല്ലോ. അതിനല്ലേ മഹാത്മാക്കൾ ഇതൊക്കെ ഗ്രന്ഥങ്ങൾ തന്നേക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാനെ നാരായണ അങ്ങ് എത്ര അവതാരം എടുത്തിട്ടുണ്ട്, ആർക്ക് വേണ്ടി? ഈ ലോകത്തിന് വേണ്ടി. അങ്ങനെയുള്ള പരമാത്മാവായ ഭഗവാനെ നാരായണ ശ്രീരാമചന്ദ്ര എപ്പോഴും പ്രാർത്ഥിക്കണം. ഭഗവാനെ എല്ലാവർക്കും ആനന്ദപ്രദമാകണമേ, എല്ലാവർക്കും നന്മ ചൊരിയണമേ, അങ്ങയുടെ ഗുണഗണങ്ങൾ നമ്മളിലും വ്യാപിക്കണം മക്കളെ. ആ ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും വേണം. ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും എല്ലാം കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ കുറച്ച് കിട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പോകെ ഈ ജന്മം കൊണ്ട് നിറവ് വന്നില്ലെങ്കിൽ അടുത്ത ജന്മം കൊണ്ട് നമുക്ക് നിറയണം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരണം. എന്നാലേ നമ്മളൊരു ദൈവ പൈതലാവുള്ളൂ, യഥാർത്ഥ ദൈവപൈതലാകണം. അതാണ് നമ്മൾ മനുഷ്യജന്മം എടുക്കുന്നത്. അതൊരു ആനന്ദമാണ്, ഒരു സന്തോഷം. അത് വരുന്നവർക്കേ അറിയത്തുള്ളൂ, കിട്ടുന്നവർക്കേ ആ അനുഭൂതി, ആ ഒരു രുചി, ആ അമൃത്, ഇതെല്ലാം ഒത്തിണങ്ങുമ്പോൾ നമുക്ക് പരമാനന്ദത്തിൽ നിറയാൻ കഴിയും. അതില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തുമില്ല. നമ്മുടെ ഗുണഗണങ്ങളെ പോലെ ഇരിക്കും നമ്മൾ ആനന്ദിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും ആ അനുഭൂതിയിൽ പരമാത്മ ചേർന്നുള്ള അനുഭൂതി നിർവൃതി അടയാനും നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ നമുക്ക് നല്ല പ്രവൃത്തിയും നല്ല അറിവും ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.